നമസ്കാരം. ഇന്ന് നമുക്കൊരു 40 പേർക്കുള്ള ഒരു ബിരിയാണിയുടെ ഓർഡർ ഉണ്ട്. അതിൻ്റെ ഭാഗമായി അതിന് വേണ്ടുന്ന സവോള കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ ചിക്കൻ എടുത്ത് മസാലയിട്ട് റെഡിയാക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചെറുനാരങ്ങ നീര് ഇവ ചേർത്ത് നന്നായി കുഴച്ച് മാറ്റി വെച്ച് അതിനുശേഷം ചട്ടിയെടുത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ചു. ആദ്യം അരിഞ്ഞു വെച്ച സവോള ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് കശുവണ്ടി, മുന്തിരി, കറിവേപ്പില ഇവയിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നു. അതിനുശേഷം ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ ആദ്യം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ കുറേശ്ശെ ഇട്ട് വറുത്ത് മാറ്റി വെക്കുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ അതിലേക്ക് ആവശ്യമായ മസാല തയ്യാറാക്കുവാൻ പോവുകയാണ്. ആദ്യം ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യൊഴിച്ച് സവോള ഇട്ട് വഴറ്റി സവോള നന്നായി വഴണ്ടു വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് നന്നായി വഴറ്റുക. അതിനുശേഷം അതിലേക്ക് വേണ്ടുന്ന മസാലകൾ ചേർക്കുക. നമ്മളിവിടെ കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, സ്വല്പം ചിക്കൻ മസാല. ബിരിയാണി ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിറകടുപ്പിൽ പാചകം ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. നന്നായി വഴണ്ട് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്യുന്നു. അതിനുശേഷം അതിലേക്ക് കുറച്ച് കശുവണ്ടി പേസ്റ്റാക്കി അതിൽ ആഡ് ചെയ്യുന്നു. അപ്പം നല്ല ഒരു രുചികരമായിരിക്കും ബിരിയാണി. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായ റൈസ് തയ്യാറാക്കാൻ പോവുകയാണ്. റൈസ് തയ്യാറാക്കുന്നതിന് നമ്മളിവിടെ ഒരു 5 കിലോ 3 മാൻ കൈമ റൈസാണ് എടുത്തിരിക്കുന്നത്. 3 മാൻ്റെ കൈമ റൈസ് കൊണ്ടാണ് കൂടുതൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാറുള്ളത്. 5 കിലോ അരിക്ക് നമ്മളൊരു 1 കിലോ അരിക്ക് 1.5 ലിറ്റർ വെള്ളം എന്ന അനുപാതത്തിലാണ് എടുത്തിരിക്കുന്നത്. അതിന് ആവശ്യമായ ഡാൽഡ ഒഴിച്ച് വെള്ളം, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ആഡ് ചെയ്ത് വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന റൈസ് ഇട്ട് കൊടുക്കുന്നു. ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് വെള്ളം നന്നായി തിളച്ച് ഇതിനൊപ്പം എത്തിക്കഴിയുമ്പോൾ നമ്മൾ അടിയിലെ തീയും വലിച്ച് മൂടി വെച്ച് മുകളിൽ കനലിട്ട് ദം ചെയ്യാൻ വെക്കുന്നു. ഇതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റിന് ശേഷം ഇത് പൊട്ടിച്ച് നോക്കി അതിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് വീണ്ടും റൈസ് ഇട്ട് ദം ചെയ്ത് വെക്കുന്നു. ദമ്മിട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ സ്വല്പം കനലും വാരിയിട്ട് വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും പൊട്ടിച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ബിരിയാണി റെഡിയായിരിക്കും. ഇന്നത്തെ ബിരിയാണിയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.